നമസ്കാരം. ഇന്ന് പുതിയ ഒരു ആധ്യാത്മിക പ്രവചനം അഷ്ടോത്തര നാമങ്ങളെ കൊണ്ട് ദേവീദേവന്മാരെ സ്തുതിക്കുക. കാരണം ചിലവരിങ്ങനെ ആഗ്രഹങ്ങൾ പറയുന്നു. അപ്പോൾ പിന്നെ നാനാത്വത്തിൽ ഏകത്വം കാണാണ് ആവശ്യം എങ്കിൽ കൂടി തുടക്കക്കാർക്ക് ഉപകരിക്കരുത്. മനസ്സിലായില്ലേ? അപ്പോൾ ഇന്ന് വിഘ്നേശ്വര അഷ്ടോത്തര നാമാവലി ആണ് പ്രസൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ വിഘ്നേശ്വരൻ എന്ന് പറഞ്ഞാൽ ഏതൊരു കാര്യത്തിനും ഗണപതി പൂജ ചെയ്യാതെ കൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. തുടക്കം ഗണപതി വേണം അല്ലേ? ഓം ഗം ഗണപതയേ നമ അല്ലേ പറയുന്നുണ്ടല്ലോ. അപ്പോൾ അത് വളർന്നു വരുന്ന കുട്ടികൾക്ക്, ചെറുപ്പക്കാർക്ക് ആധ്യാത്മികതയുടെ എന്താണെന്നാ പറയുക, പാസ് മാർക്ക് വാങ്ങാൻ കൊതിക്കുന്നവർക്കൊക്കെ ഇത് ഉപകാരമാവും. ഏത്? ഈ വിഘ്നേശ്വര അഷ്ടോത്തരം. ഓം വിനായകായ നമഃ, ഓം വിഘ്നരാജായ നമഃ, ഓം ഗൗരീപുത്രായ നമഃ, ഓം ഗണേശ്വരായ നമഃ, ഓം സ്കന്ദാഗ്രജായ നമഃ. അവിടെ സ്കന്ദൻ എന്ന് പറഞ്ഞാൽ സുബ്രഹ്മണ്യൻ്റെ ഏട്ടനർത്ഥമായി കേട്ടോ. ഓം അവ്യയായ നമഃ, ഓം ബുധായ നമഃ, ഓം ദക്ഷായ നമഃ, ഓം അധ്യക്ഷായ നമഃ, ഓം ദ്വിജപ്രിയായ നമഃ. ബ്രാഹ്മണർക്ക് പ്രിയമായിട്ടുള്ളവൻ, ബ്രാഹ്മണ്യത്തിൻ്റെ കാവലാൾ എന്നൊക്കെ അർത്ഥം പറയണം. ഓം അഗ്നിഗർഭചിതേ നമഃ, ഓം ഇന്ദ്രശ്രീ പ്രദായ നമഃ. ഇന്ദ്രന് കൂടി ഐശ്വര്യത്തെ പ്രദാനം ചെയ്യുന്നത് ഗണപതിയാണ്. ഓം ഇന്ദ്രശ്രീ പ്രദായ നമഃ, ഓം വാണീ പ്രദായ നമഃ സരസ്വതിക്കും. ഓം അവ്യയായ നമഃ, ഓം സർവസിദ്ധിപ്രദായ നമഃ, ഓം സർവധനായ നമഃ, ഓം സർവരീപ്രിയായ നമഃ, ഓം സർവാത്മകായ നമഃ, ഓം സൃഷ്ടികർത്രേ നമഃ, ഓം ദേവായ നമഃ, ഓം അനേകാർച്ചിതായ നമഃ, ഓം ശിവായ നമഃ, ഓം ശുദ്ധായ നമഃ, ഓം ബുദ്ധിപ്രിയായ നമഃ. ഇത് നമ്മൾ മനസ്സിലാക്കണം. ബുദ്ധിപ്രദായ നമഃ എല്ലാവർക്കും. ഓം ബുദ്ധിപ്രിയായ നമഃ, ഓം ശാന്തായ നമഃ, ഓം ബ്രഹ്മചാരിണേ നമഃ, ഓം ഗജാനനായ നമഃ. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വാക്കത്. ഗണപതിക്ക് ആനയുടെ തല മാത്രമേ ഉള്ളൂ. ആന ഗണപതി അല്ല. അതെന്തോ കുറേ ആൾക്കാർ തൽപര കക്ഷിക്കാരെന്ന് വേണം പറയാൻ. ഗണപതിയോട് സ്നേഹമുള്ളവർ ഗുരുവായൂരമ്പലത്തിലുള്ള ആനകളെ ഭേദിക്കണ കണ്ടാൽ നമുക്ക് സങ്കടം വരില്ലേ? വരണ്ടേ? ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞെന്ന് മാത്രം. ഗുരുവായൂരപ്പൻ്റെ സ്വത്താണ് അവിടുത്തെ ആനകൾ. അപ്പോൾ മനുഷ്യൻ തൻ്റെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി ഈശ്വരീയതയെ ബലിയർപ്പിക്കുക ചെയ്യുന്നത്. അത് ചെയ്യരുത്. അപ്പോൾ ഓം ഗജാനനായ നമഃ, ഓം ദ്വൈമാത്രേയായ നമഃ, ഓം മുനിസ്തുത്യായ നമഃ, ഓം ഭക്തവിഘ്നവിനാശനായ നമഃ. ഭക്തന്മാരുടെ വിഘ്നങ്ങളെ നശിപ്പിക്കുന്നവൻ. അപ്പോൾ ഏതൊരു കാര്യത്തിന് പോകുമ്പോൾ എന്ത് ചെയ്യണം? ഗണപതിയെ സ്മരിക്കണം. ഓം ഭക്തവിഘ്നവിനാശനായ നമഃ, ഓം ഏകദന്തായ നമഃ, ഓം ചതുർബാഹവേ നമഃ, ഓം ചതുരായ നമഃ, ഓം ശക്തിസംയുതായ നമഃ, ഓം ലംബോദരായ നമഃ, ഓം ശൂർപകർണായ നമഃ, ഓം ഹരയേ നമഃ, ഓം ബ്രഹ്മവിദുത്തമായ നമഃ, ഓം കാലായ നമഃ, ഓം ഗ്രഹപതയേ നമഃ. അപ്പോൾ വേണ്ട ഔചിത്യത്തോടുകൂടി ഗണപതി പൂജ ചെയ്യുന്നവർക്ക്
ഗ്രഹങ്ങളുടെ പീഡകൾ ഉണ്ടാവില്ല. കാരണം ഇദ്ദേഹം ആരാ? ഗ്രഹപതയേ നമാം. ഓം കാമിനേ നമ. ഓം സോമസൂര്യാഗ്നിലോചനായ നമ. ഓം പാശാങ്കുശധരായ നമ. ഓം ചണ്ഡായ നമ. ഓം ഗുണാതീതായ നമ. ഗുണങ്ങൾക്ക് അതീതനാണ്. ഓം നിരഞ്ജനായ നമ. ഓം അകന്മഷായ നമ. ഓം സ്വയം സ്ഥായ നമ. ഓം സിദ്ധാർത്ഥിതപദാംബുജായ നമ. ഓം ബീജപൂരബലാസക്തായ നമ. ഓം വരദായ നമ. ഓം ശാശ്വതായ നമ. ഓം കൃത്തിനേ നമ. ഓം ദ്വിജപ്രിയായ നമ. അപ്പോൾ അവിടെ ദ്വിജപ്രിയായ എന്നുള്ളതിൻ്റെ മുമ്പിൽ വന്നിട്ടുണ്ട്. ഇതെന്തുകൊണ്ടാണ് വന്നത് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ, ശ്രേഷ്ഠന്മാരോട് താല്പര്യമുള്ളവൻ, പ്രിയമുള്ളവൻ എല്ലാവരും ബ്രാഹ്മണനായി പറഞ്ഞാൽ മാത്രം പോരാ. ഇങ്ങനെ അർത്ഥത്തിന് പല ലെയേഴ്സ് വരും. അതുകൊണ്ട് പരിഭ്രമിക്കരുത്. ഓം വീധഭയായ നമ. ഓം ഗതിനേ നമ. ഓം ശക്രിണേ നമ. ഓം ഇക്ഷുചാപധൃതേ നമ. ഓം ശ്രീതായ നമ. ഓം അജായ നമ. ഓം ഉൽപ്പലകരായ നമ. ഓം ശ്രീപതയേ നമ. ഓം സ്തുതിഹർഷിതായ നമ. ഓം കാലാദ്രിഭേദ്രേ നമ. ഓം ജഡിലായ നമ. ഓം കലികൽമഷനാശനായ നമ. ഓം ചന്ദ്രകൂടമണയേ നമ. ഓം കാന്തായ നമ. ഓം പാപഹാരിണേ നമ. ഭക്തന്മാരുടെ പാപങ്ങളെ ഹരിക്കുന്നവൻ. ആര് ഗണപതിയെ സ്മരിക്കണോ അവരുടെ. ഓം പാപഹാരിണേ നമ. ഓം സമാഹിതായ നമ. ഓം ആശ്രിതായ നമ. ഓം ശ്രീകരായ നമ. ഓം സൗമ്യായ നമ. ഓം ഭക്തവാഞ്ചിതദായകായ നമ. ആരാണ് സമ്പൂർണ്ണ ഭക്തിയോടുകൂടി ഗണപതിയെ പ്രീതിപ്പെടുത്തുന്നത്? അവരെ ഗണപതിയുടെ ഭക്തന്മാരെ. ഭക്തവാഞ്ചിതദായകായ നമ. ഭക്തന്മാരുടെ ആഗ്രഹങ്ങളെ സബലീകരിക്കുന്നവൻ എന്നർത്ഥം പറഞ്ഞു. ഓം ശാന്തായ നമ. ഓം കൈവല്യസുഖദായ നമ. ഓം സച്ചിദാനന്ദ വിഗ്രഹായ നമ. ഇത് ഒരു കോമണാണ്. ഇതിൻ്റെ അർത്ഥം അറിയണം. സച്ചിത് ആനന്ദ വിഗ്രഹായ നമ. അത് നമ്മുടെ ഉള്ളിൽ തന്നെയാണ്. ഹരിഹരസുതനാനന്ദചിത്തനയ്യനയ്യപ്പ സ്വാമിയേ ശരണമയ്യപ്പ എന്ന് പറയണ്ടല്ലോ. അതന്നെയാണ് സച്ചിദാനന്ദ വിഗ്രഹായ നമ. ഓം ജ്ഞാനിനേ നമ. അറിവാണ് ഈശ്വരൻ എന്നുള്ളത് വീണ്ടും വീണ്ടും പറയണു. ഓം ജ്ഞാനിനേ നമ. ഓം ദയായുധായ നമ. ഓം ദാന്തായ നമ. ഓം ബ്രഹ്മദ്വേഷി വിവർജിതായ നമ. ബ്രഹ്മദ്വേഷി വിവർജിതായ നമ. ബ്രഹ്മദ്വേഷികളെ ശിക്ഷിക്കും ഭഗവാൻ. ഓം പ്രമത്തദൈത്യഭയദായ നമ. പ്രമത്തന്മാരായ ദൈത്യന്മാർക്ക് ഭയദായ ഭയത്തെ ജനിപ്പിക്കുന്നവനാണ് ഗണപതി. ഓം ശ്രീകണ്ഠായ നമ. ഓം വിബുധേശ്വരായ നമ. ഓം രാമാർച്ചിതായ നമ. ഓം വിധയേ നമ. ഓം നാഗരാജ യജ്ഞോപവീതയേ നമ. അർത്ഥം മനസ്സിലാക്കുക. ഓം നാഗരാജയജ്ഞോപവീതയേ നമ. ഗണപതിയുടെ പൂണുനൂല് ഒരു ശ്രേഷ്ഠ നാഗാണ്. അതേമാതിരി ഗണപതിയുടെ ഉദരം ബന്ധിച്ചിട്ടുണ്ട്. അത് ആരാ? നാഗാണ്. എന്താ അങ്ങനെ വരാൻ കാരണം എന്ന് പറഞ്ഞാൽ, വയറ് കുംഭോദരൻ എന്നുണ്ടെങ്കിലും അദ്ദേഹം ഈ പ്രാണായാമം ചെയ്യുമ്പോൾ വായുവിനെ ഉള്ളിലേക്ക് എടുക്കുക. പൂരകം, കുംഭകം, രേചകം. അപ്പോൾ രേചകം ചെയ്യാതെ കണ്ട് കുംഭകത്തിൽ നിർത്തിയാണ് വായുവിനെ. അതുകൊണ്ടാണ് കുംഭോദരൻ എന്ന് വന്നത്. എന്ന് പറഞ്ഞാൽ കുംഭകത്തിൽ പ്രാണായാമത്തിന് വളരെ ശ്രേഷ്ഠതയുണ്ട്. അപ്പോഴാണ് നമ്മുടെ ശരീരത്തിലുള്ള നാഡീഞരമ്പുകളൊക്കെ ഉത്തിഷ്ഠത, ജാഗ്രത എന്നുള്ള നിലയ്ക്ക് എത്തുക. ഇതൊക്കെ കുറച്ചിങ്ങനെ മനസ്സിലാക്കിയാൽ ഇത് വലിയൊരു അനുഭവ സമ്പത്തായിട്ട് മാറും. പക്ഷെ തുടങ്ങണം നമ്മൾ.
പറഞ്ഞേ. ഓം നാഗരാജയജ്ഞോപവീതയേ നമ. ഓം സ്ഥൂലകണ്ഠായ നമ. ഓം സ്വയം കർത്രേ നമ. ഓം നാമഘോഷപ്രിയായ നമ. വെറുതെ പറ്റുമോ? നാമഘോഷം ചെയ്താൽ മാത്രമേ ഈ ദേവീദേവന്മാർക്ക് നമ്മളോട് പ്രിയം തോന്നുള്ളൂ. നമ്മൾ അധ്വാനിക്കാതെ കണ്ട് ശ്രേഷ്ഠതയിലേക്ക് നമുക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ ഗണപതിനെ ആണെങ്കിലും ദേവീനെ ആണെങ്കിലും പരമശിവനെ ആണെങ്കിലും കൃഷ്ണനെ ആണെങ്കിലും രാമനെ ആണെങ്കിലും ഹനുമാനാണെങ്കിലും അയ്യപ്പനാണെങ്കിലും അവരെ പ്രീതിപ്പെടുത്താൻ നാമഘോഷപ്രിയായ നമ. ഓം പരസ്മൈ നമ. ഓം സ്ഥൂലതുണ്ഡായ നമ. ഓം അഗ്രണ്യേ നമ. ഓം ധീരായ നമ. ഓം വാഗീശായ നമ. ഓം സിദ്ധിദായകായ നമ. ഓം ദുർവാഭില്ലപ്രിയായ നമ. ദുർവാഭില്ലപ്രിയായ നമ. എന്താ പറയുക, ഞാൻ പറഞ്ഞുതരാം. ദുർവാ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കറുകമാലയും പിന്നെയോ ശിവന് പ്രിയമായിട്ടുള്ള കൂവളമാലയും പ്രിയമായിട്ടുള്ളത്. അപ്പോൾ കറുക വലിയൊരു അത്യന്താപേക്ഷിതമായിട്ടുള്ളതാണ്. ദുർവാഭില്ലപ്രിയായ നമ. ഓം അവ്യക്തമൂർത്തയേ നമ. എല്ലാ മൂർത്തിമാരും അവ്യക്തമാണ്. പക്ഷേ തുടക്കത്തിൽ നമ്മൾക്കൊരു രൂപം കൽപ്പിക്കാൻ വേണ്ടി നമ്മൾ വ്യക്തമായ മൂർത്തികളെ ആരാധിക്കണം. അപ്പോൾ അവിടെ നിൽക്കരുത്. അവ്യക്ത മൂർത്തയേ നമ. നിരാകാരത്തിൽ ഭജിച്ചാൽ മാത്രമേ ഗുണമുണ്ടാവുള്ളൂ. ഓം അത്ഭുതമൂർത്തയേ നമ. ഓം ശൈലേന്ദ്രധനുജോത്സംഗ ഖേലന്യോത്സുകമാനസായ നമ. അതിൻ്റെ അർത്ഥം ഞാൻ പറഞ്ഞുതരാം. ശൈലേന്ദ്രതനുജോത്സവം, ഹിമാലയത്തിൻ്റെ പുത്രിയായിരിക്കുന്ന പാർവതീദേവിക്ക് ഉത്സവത്തെ പ്രദാനം ചെയ്ത കുമാരനാണ് ആര്? ഗണപതി. ഓം ശൈലേന്ദ്രതനുജോത്സംഗ ഖേലനോത്സുകമാനസായ നമ. അപ്പോൾ പാർവതീദേവിക്ക് മനസ്സിന് ഉത്സവത്തെ പ്രദാനം ചെയ്യാൻ കഴിവുള്ളവൻ എന്നുള്ള അർത്ഥമായിട്ടോ. ഓം സ്വലാവണ്യസുധാസാരാജിത മന്മഥവിഗ്രഹായ നമ. എന്താർത്ഥം? സ്വലാവണ്യസുധാസാര, സ്വന്തം ലാവണ്യമാകുന്ന സുധ, അമൃതത്തോടുകൂടി സാര അജിത മന്മഥവിഗ്രഹായ നമ. മന്മഥവിഗ്രഹം എന്ന് പറഞ്ഞാൽ കാമദേവൻ തന്നെ അർത്ഥം പറയണം. അപ്പോൾ പല ഗുണങ്ങളുണ്ട്. ഓം സ്വലാവണ്യസുധാസാര ജിത, സാര അജിത. ജയിക്കാൻ പറ്റില്ല, ഗണപതിനെ ജയിക്കാൻ പറ്റില്ല. മന്മഥവിഗ്രഹായ നമ. ഓം സമസ്ത ജഗദാധാരായ നമ. എല്ലാ സമസ്ത ജഗദാധാരായ നമ. ഓം മായിനേ നമ. ഓം മൂഷികവാഹനായ നമ. ഓം ഹൃഷ്ടായ നമ. ഓം തുഷ്ടായ നമ. ഓം പ്രസന്നാത്മനേ നമ. പ്രസന്നാത്മനേ നമ. ഓം സർവസിദ്ധിപ്രദായകായ നമ. ഓം സർവസിദ്ധിപ്രദായകായ നമ. എല്ലാ സിദ്ധികളെയും പ്രദാനം ചെയ്യാൻ സാധിക്കുന്ന ആളാണ് ഗണപതി എന്ന് പറഞ്ഞുകൊണ്ട് സാധകന്മാരുടെ എല്ലാവിധ പോരായ്മകളും ഇല്ലായ്മ ചെയ്ത് ഗണപതി ഭഗവാൻ നിസ്തുലമായ ഒരു ഭാവിയെ പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ അഷ്ടോത്തരം ഇവിടെ സമാപിക്കണം. നമസ്കാരം.